വൈകിപ്പോകുന്ന വസന്തം. റിട്ടയർമെന്റ് എന്ന വാക്കിന് സരോജിനി ടീച്ചറുടെ ജീവിതത്തിൽ നിശബ്ദത എന്നായിരുന്നു അർത്ഥം. വർഷങ്ങളോളം കുട്ടികളുടെ ബഹളങ്ങൾക്കും സ്കൂൾ മണിയുടെ മുഴക്കത്തിനുമിടയിൽ ജീവിച്ച അവൾക്ക് വീട്ടിലെ ഏകാന്തത ഒരു ഭാരമായി തോന്നി. സരോജിനി ടീച്ചർ പലപ്പോഴും കുട്ടികളോട് പറയുമായിരുന്നു, വൈകിപ്പോകുന്ന പൂക്കൾക്ക് ഭംഗി കൂടുമെന്ന്. പക്ഷേ ശരതകാലം ബാക്കിയാക്കിയ കരിയിലകൾ പോലെ സ്വന്തം ജീവിതം ശുഷ്കമാണെന്ന് അവൾ രഹസ്യമായി വിശ്വസിച്ചു. ഒരു മഴക്കാലം കഴിഞ്ഞ് മണ്ണ് നനഞ്ഞു കുതിർന്ന ഒരു പ്രഭാതം. മുറ്റത്തെ കാടുപിടിച്ച് തോട്ടത്തിന്റെ മൂലയിൽ എന്തോ ഒന്ന് അവൾ ശ്രദ്ധിച്ചു. മണ്ണിനെ ഭേദിച്ച് മുകളിലേക്ക് നോക്കുന്ന ഒരു പച്ചനാമ്പ്. നീ എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു ഇത്രയും കാലം? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. അത് വർഷങ്ങൾക്കു മുമ്പ് അവൾ മണ്ണിലുപേക്ഷിച്ച ഒരു വിത്തായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിനിടയിൽ, ജോലിത്തിരക്കിനിടയിൽ അവൾ മറന്നുപോയ ഒരു സ്വപ്നം. ആ തൈയെ നോക്കി നിന്നപ്പോൾ അവൾക്ക് സ്വന്തം ജീവിതം ഓർമ്മ വന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അറിവിന്റെ വസന്തം തീർക്കാൻ ഓടിയപ്പോൾ സ്വന്തം ഉള്ളിലെ മോഹങ്ങൾ അവൾ മണ്ണിനടിയിൽ കുഴിച്ചു മൂടിയിരുന്നു. അന്നു മുതൽ സരോജിനിയുടെ ദിനചര്യകൾ മാറി. അവൾ മണ്ണിനെ തലോടി, വെള്ളം നൽകി, തോട്ടത്തെ സ്നേഹിച്ചു. ആ തോട്ടം വെറുമൊരു സ്ഥലമല്ല, അവളുടെ നഷ്ടപ്പെട്ട കാലങ്ങളുടെ വീണ്ടെടുപ്പായിരുന്നു. അയൽപ്പക്കത്തെ കുട്ടികൾ വേലിക്കൽ വന്ന് നോക്കി. അവൾ അവർക്കായി ഗേറ്റുകൾ തുറന്നിട്ടു. അവർക്ക് ചെടികളുടെ കഥകൾ പറഞ്ഞുകൊടുത്തു, അവർക്കൊപ്പം വിത്തുകൾ നട്ടു. സ്കൂളിലെ മണിമുഴക്കത്തേക്കാൾ സംഗീതം ആ ചിരികൾക്ക് ഉണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞു. ഒരു പുലർക്കാലത്ത് ജനാല തുറന്ന സരോജിനി സ്തബ്ധയായി നിന്നുപോയി. തോട്ടം മുഴുവൻ ചായം പൂശിയതുപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു. അതിൽ ഏറ്റവും മനോഹരമായി വിരിഞ്ഞത് ആ പഴയ വിത്തായിരുന്നു, സരോജിനി ടീച്ചറുടെ കാത്തിരിപ്പിന്റെ പൂവ്. ആ പൂവിന്റെ സുഗന്ധം ആസ്വദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പതുക്കെ മന്ത്രിച്ചു, മണ്ണിനടിയിൽ നിശബ്ദമായി കിടന്നാലും വസന്തം ഉദിക്കാനുള്ളതാണ്. അത് വൈകിയെത്തിയാലും. ജീവിതത്തിൽ വൈകിയെത്തുന്ന സന്തോഷങ്ങൾക്കാണ് ആഴം കൂടുതലെന്നും വൈകി വിരിയുന്ന സ്വപ്നങ്ങൾക്കാണ് സുഗന്ധം കൂടുതലെന്നും അവൾ തിരിച്ചറിഞ്ഞു. ഗ്രാമവാസികൾ ആ പൂന്തോട്ടത്തിന് ഒരു പേരിട്ടു, വൈകിപ്പോകുന്ന വസന്തം. കാരണം അവിടെ വിരിഞ്ഞത് പൂക്കൾ മാത്രമായിരുന്നില്ല, വിരമിക്കലിന്റെ ഏകാന്തതയിൽ തളർന്നുപോയ ഒരു അധ്യാപികയുടെ മനോഹരമായ രണ്ടാം ജന്മം കൂടിയായിരുന്നു.